നമസ്കാരം, എല്ലാവർക്കും അമ്മാസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ ബ്രെഡ് ഉപയോഗിച്ചുള്ള ഒരു പലഹാരമാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി ഇതിനു വേണ്ട സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ 8 കഷ്ണം ബ്രെഡ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. തിളപ്പിക്കാത്ത പാലാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. 1 കോഴിമുട്ടയും ആവശ്യത്തിന് നെയ്യും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട ഒരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിക്കുക. അതിനുശേഷം ഒരു സ്പൂണോ ഫോർക്കോ വെച്ച് അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. മുട്ടയുടെ വെള്ളയും മഞ്ഞയും നന്നായിട്ട് യോജിക്കണം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 4 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ട് മുട്ടയും പഞ്ചസാരയും കൂടി ഇളക്കി യോജിപ്പിക്കുക. പഞ്ചസാര മുഴുവൻ അലിഞ്ഞു ചേരുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര മുഴുവൻ അലിഞ്ഞു ചേർന്നാൽ മാത്രമേ ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അതുവരെ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. പഞ്ചസാരയുടെ തരി ഒന്നും തന്നെ ഇല്ലാതെ ഇരിക്കണം. ആ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് തിളപ്പിക്കാത്ത പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് തിളപ്പിച്ച പാലാണെങ്കിൽ അതാണെങ്കിലും യൂസ് ചെയ്യാം. ഇനി പാലും മുട്ടയും പഞ്ചസാരയും കൂടി നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. പഞ്ചസാര മുഴുവൻ ഇതിൽ അലിഞ്ഞു ചേരുന്നത് വരെ നമുക്കിത് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് മാറ്റി വെക്കാം. ഞാനിവിടെ 8 കഷ്ണം ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് നെടുകെ മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ മുറിക്കണമെങ്കിൽ അങ്ങനെയാണെങ്കിലും മുറിച്ചെടുക്കാം. ബാക്കിയുള്ള ബ്രെഡുകൾ കൂടി ഞാൻ ഇതുപോലെ മുറിച്ചെടുക്കുകയാണ്. ഇത് ഒരു മധുരമുള്ള വിഭവമാണ്. കുട്ടികൾക്കെല്ലാം ഇത് വളരെയധികം ഇഷ്ടപ്പെടും. അവർക്ക് ടിഫിൻ ബോക്സിൽ സ്കൂളിൽ കൊടുത്തുവിടാനും ഇതൊരു നല്ലൊരു സ്നാക്സാണ്. 4 മണി പലഹാരമായിട്ടും നമുക്കിത് കഴിക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ ബ്രെഡുകളും ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഫ്രൈയിങ് പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിൽ സ്വല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒഴിച്ചതിന് ശേഷം അതെല്ലായിടത്തും ഒന്ന് തടവി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡ് മുട്ടയുടെയും പാലിൻ്റെയും മിശ്രിതത്തിൽ മുക്കി ഓരോന്നായി നമുക്ക് പാനിലോട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് വേണം നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഏകദേശം 2-3 മിനിറ്റിന് ശേഷം ഇത് ഒരു വശം കുക്കാകും. അപ്പോൾ നമുക്ക് അടുത്ത വശം മറിച്ചിടാം. 2 വശവും ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് പാനിൽ നിന്ന് ഇത് മാറ്റാം. ഇപ്പോൾ 2 വശവും നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് പാനിൽ നിന്നും പ്ലേറ്റിലോട്ട് മാറ്റാം. ബാക്കിയുള്ള ബ്രെഡ് കൂടി നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സായിട്ടൊന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി.